ഇന്നൊരു ചുരക്ക കറി ഉണ്ടാ. ഓ മൂത്തിട്ടില്ല. അടിപൊളിയായിട്ട് ചുരക്ക വയ്ക്കാം. ചുരക്ക ചെമ്മീന്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടാ. അതിന് എനിക്ക് മൂപ്പില്ല കേട്ടാ. മൂക്കാത്ത സാധനം. മൂക്കാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. മൂത്തതാണ് ആകാത്തത്. അന്നൊരു കളിക്കാൻ ഡാൻസ് കളിക്കണേ. ചുരുക്കിക്കും പീച്ചിങ്ങയ്ക്ക് നല്ല വില. ബാക്കിയുള്ളതിനും കാര്യമായിട്ട് വിലയില്ല കേട്ടോ. കിലോ 100 രൂപ. പീച്ചിങ് നല്ല വില. 100 രൂപ. അപ്പോൾ നമുക്ക് ചുരക്കക്കറി എങ്ങനെ വയ്ക്കാൻ നോക്കാം. ഞാൻ ഇതൊക്കെ ഒന്ന് ചെത്തി എടുക്കട്ടെ. ആ കുടത്തിലെ വെള്ളം നശിപ്പിച്ചു. ഭാഗ്യം. അവിടെ ആക്ഷൻ മാത്രമേ ഉള്ളൂ. അച്ഛനാണ് ഇവിടുത്തെ തേങ്ങ ചിരകുന്ന ആള്. നമുക്കതൊന്ന് ചെമ്മീനൊന്ന് വറുത്തെടുക്കട്ടോ. ഒരു മണല്ലേ ചെമ്മീൻ്റെ. ഇത് സാധാ ചെമ്മീൻ ഉണക്കിയിട്ട് കൊണ്ടുവരിക. അതപ്പുറം വേണ്ടിയിട്ട് കുറച്ച് മതി, മുഴുവൻ വേണ്ട. തോന്നും തലയും വാലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാട്ടാണ്. ചെറിയൊരു മുറി തേങ്ങ, 2 ചെറിയ ഉള്ളി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. നന്നായി അരച്ചിട്ട് വരട്ടെ. നമുക്ക് ചുരക്ക കറി വയ്ക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. അല്ലെങ്കിൽ ചെറിയൊരു സവാള പൊടി പൊടിയായി എരിഞ്ഞത്. ഒരു പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചായച്ചത് 1 ടേബിൾ സ്പൂൺ കേട്ടോ. സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായി വഴണ്ട് വരട്ടെ. ഉള്ളിയൊക്കെ വഴണ്ട് വന്നു. നമുക്കിത് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കട്ടോ. തലയും വാലൊക്കെ കളഞ്ഞത് നന്നായി കഴുകിയെടുത്തോളൂ. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഇട്ടാൽ ഒന്ന് കളർന്നു. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ചുരക്കിയിട്ട് കൊടുക്കാം കേട്ടോ.
എന്ത് ചരക്കണം കറിവേപ്പില എടുത്ത് വെച്ചു. 2 വലിയ തക്കാളി ഇട്ടാൽ നല്ല പുളിയുള്ള തക്കാളിയാണ്. തക്കാളി നമ്മുടെ തക്കാളി നാടൻ തക്കാളി. നന്നായി വേകട്ടെ. വന്നു ഞാൻ അരപ്പിട്ട് കൊടുക്കാം. നല്ല കളറ്. അടച്ചുരക്കൊക്കെ അത് തിളച്ചു. ഞാൻ താളിച്ചെടുക്കട്ടെ. ചൂടാവട്ടെ, നന്നായി ചൂടാവട്ടെ. കടുക്, 4 മണി ഉലുവ, 5-6 ചെറിയുള്ളി, 2 വറ്റൽമുളക്, കറിവേപ്പില, കറിവേപ്പില കുറച്ച് മതി. സൂപ്പർ ടേസ്റ്റി ചുരക്കക്കറി. ഇളക്കണ്ട. തിളക്കണ. ഞാൻ 2 പ്രാവശ്യം ഇട്ടാക്കാം. മുട്ട പൊരിച്ചു എന്തുണ്ടെങ്കിലും ഒരു മുട്ട വേണം. എനിക്കും നിർബന്ധമില്ല, ഉണ്ണിക്ക്. ഏട്ടനെ വീടില്ലേ കിട്ടിയ കഴിക്കും, അത്രേ ഉള്ളൂ. പൊരിച്ചത് പൊരിക്കട്ടെ. നല്ല ചൂട് ചോറ്, മുട്ട വറുത്തത് 1 പീസ് മതി കേട്ടോ. എന്താ ചുരക്കക്കറി വെക്കാത്തവർ വെച്ച് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. ഇതൊക്കെ ഒരു പഴയകാല കറിയാണ്. ഓ ചൂട് ആയി പറക്കുന്നു. കുറച്ച് ആറിയിട്ടൊക്കെ കഴിക്കാം, നേരം ഇല്ലാണ്ടാണ്. ഇതൊരു പഴയകാല കറിയാണ് കേട്ടോ. കുറേ നാളെ ചിരക്കി വെച്ചിട്ട്. അങ്ങനെ ഉണ്ടേട്ടാ ഏട്ടൻ മൗനം. എല്ലാം അടിപൊളി. അപ്പോൾ ഇത് ഉണ്ണട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ